നമുക്ക് ഇപ്പോൾ കിട്ടിയ മീനൊക്കെ വലിച്ചോണ്ട് പോവല്ലേ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വെറൈറ്റി ഒരു നൈറ്റ് ഫിഷിംഗ് ചെയ്യാൻ പോയിട്ടാ. നൈറ്റ് ഫിഷിംഗ് ചെയ്യാൻ പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൊന്നും അല്ലേട്ടാ, ലക്ഷദ്വീപിലാണ്. അപ്പോൾ ഞാൻ കാഴ്ചകൾ കാണിച്ചു തരാവേ. ഈ ലൊക്കേഷൻ എങ്ങനെ നോക്കിയത്, ബോട്ടെല്ലാം കിടക്കുക, ഫിഷിംഗ് ബോട്ടൊക്കെ കിടക്കുക കേട്ടോ. അവർ പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ട് അതിൽ വെയിറ്റ് ചെയ്ത് കേട്ടോ. നമുക്ക് അതിലോട്ട് ഇന്ന് കയറാം. കയറിയിട്ട് നമുക്ക് പണിയാൻ തുടങ്ങിയേക്കാം. നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ കൂടുതൽ വേറെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ബോട്ട് എടുത്ത് ചെന്ന് ബോട്ടിൽ കയറി പോയേക്കാം. നമുക്ക് ഓരോരുത്തരായിട്ട് കയറി കേട്ടോ. എല്ലാവരും സേഫ്റ്റി ബാഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ കടലിലല്ലേ പോകണം, കാരണം സേഫ്റ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വ്യൂ നോക്കി നമ്മൾ കടലിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ കടലിൻ്റെ ബാക്കിൽ കണ്ട ലൈറ്റ് കണ്ട, ആ സൺലൈറ്റ് ഒക്കെ നല്ല ക്ലിയർ ആട്ടോ. ഇരുട്ടായി വരാൻ കേട്ടോ, കുറച്ചുകൂടി ഇരുട്ടായി കഴിഞ്ഞാൽ നമ്മൾ കയറി പണി തുടങ്ങാൻ പോണേ. ഇതാട്ടാ ടൂൾസ് ഇതാട്ടാ, ഇത് നമ്മുടെയൊക്കെ മുപ്പല്ലി പോലെ തന്നെ സാധനം കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് ശ്രമിച്ച് നോക്കാം. വലിയ മോനെയൊന്നുമില്ല, പരീക്ഷ നോക്കാവേ. ഇതാട്ടാ ഇവരാ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ മെയിൻ ആൾക്കാരെ കേട്ടാ. അവർ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നാട്ടോ. നമ്മൾ കടലിൽ ചെന്ന് കഴിയുമ്പോൾ അവർ നമുക്ക് ലൈഫ് ജാക്കറ്റ് തന്നിട്ടുണ്ട്, പിന്നെ മാസ്ക് ഒക്കെ തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കേണ്ട രീതികളൊക്കെ പറഞ്ഞു തന്നാണ്. പിന്നെ യാതൊരു കാരണവശാലും പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, അവർ നമ്മുടെ കൂടുതൽ ഗൈഡുണ്ട്. അവരും നമ്മുടെ കൂടുതൽ വന്നിട്ട് അവരും കൂടി സെയിം ആയിട്ടാണ് മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ വലിയ മീൻ വരുന്ന സ്ഥലത്തൊക്കെ അവർ കാണിച്ചു തരും. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം, പരീക്ഷിച്ച് നോക്കാം. ആദ്യമായിട്ടുള്ള പരിപാടിയാണല്ലേ, രസമല്ലേ ഇതൊക്കെ. നമുക്ക് പരീക്ഷിച്ച് നോക്കാം എന്ത് മീനെ കിട്ടുമെന്ന് അറിയാമല്ല. പിന്നെ നമ്മുടെ ക്യാമറ എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. കടലിലല്ലേ, ഉപ്പുവെള്ളം കൂടിയല്ലേ, എന്തായാലും തീരുമെന്ന് അറിയാമല്ല. എന്തായാലും നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അതെ, നമ്മുടെ സ്പോട്ട് എത്തിയിരിക്കും കേട്ടോ. അതെ, എല്ലാവരും ഓരോരുത്തരായിട്ടൊക്കെ ഇറങ്ങാനുള്ള പരിപാടി ഉണ്ടേ. നമുക്ക് നോക്കിയേക്കാം. വെളിച്ചം കണ്ടിട്ട് ഇറങ്ങി തപ്പി നോക്കണേ കേട്ടോ. നമ്മൾ സ്പോട്ടിൽ വന്നിട്ട് പുള്ളി ഫസ്റ്റ് അങ്ങനെ മീനെല്ലാം ഉണ്ടെന്ന് അറിയുമ്പോൾ തപ്പി നിന്നാണേ. അത് കേട്ടാ നമ്മൾ ഇറങ്ങുന്നത്. ആഹാ, എന്നെ രസമല്ലേ, നല്ല ക്ലിയർ വെള്ളം കേട്ടോ. നല്ല ക്ലാരിറ്റി, നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്ന വെള്ളമായിരുന്നേ. കുട്ടിയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ പിന്നെ മീൻ നിൽക്കുന്ന കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. ലൈറ്റ് ക്ലിയർ അല്ല കേട്ടോ. എന്നാലും എന്ത് നമ്മുടെ ജീവൻ ചേട്ടനാണ് ഫസ്റ്റ് ഇറങ്ങണം കേട്ടോ. ഇപ്പോൾ ഒരു ചേട്ടനെ ഇറങ്ങി പഠിച്ച കേട്ടോ, ഒരു സ്ഥാനത്ത് പഠിച്ചു കേട്ടോ. ആഹാ, കൊള്ളം കേട്ടത്, കൊള്ളം കേട്ടത്. ഇപ്പോൾ പിടിച്ച കേട്ടോ. ആ സ്പോട്ടിൽ നിന്ന് മാറി വേറെ സ്ഥലത്തോട്ട് ഒന്ന് ചാടി കേട്ടോ. പക്ഷേ അവിടെ നല്ല ഒഴുക്കും തിരമാലയായിരുന്നേ. അവിടെ നിന്ന് മാറി അടുത്ത സ്ഥലത്തോട്ട് ചാടുവാണേ. നമ്മുടെ ചാനലിൽ നിങ്ങൾ ഒരുപാട് നൈറ്റ് ഫിഷിങ് കണ്ടിട്ടുള്ളൂ. നമ്മുടെ വള്ളത്തിൽ പോയിട്ട് കരിമീനും വരാലിനെയൊക്കെ കുത്തിയെടുക്കുന്ന ഒരുപാട് വീഡിയോ കണ്ടിട്ടുള്ളൂ. അതേപോലെ തന്നെ ഞാനിന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാട്ടോ ഇവരെ കൊടുത്തി. പക്ഷേ നമ്മുടെ പുഴ പോലെയൊന്നും അല്ല, കടലാണ്. അറബിക്കടലിൻ്റെ അടിയിൽ പോയി മീൻ പിടിത്തം. ഞാൻ കുറേ ശ്രമിച്ച് ഇവരുടെ ആ മുപ്പല്ലി പോലെ ഇരിക്കുന്ന സാധനം അത് പറഞ്ഞ പോലെ ഈ സാധനം കണ്ടോ, ഈ ടൂള് കണ്ടോ, ഇത് നമ്മുടെ സെയിം മുപ്പല്ലിയുടെ അതേപോലത്തെ ഉണ്ടാക്കിയിരിക്കുന്ന സാധനം കേട്ടോ. അതേപോലെ തന്നെ 3 പല്ലാണ്. പക്ഷേ നമ്മുടെ പോലത്തെ ഈ ഒരേ ഷേപ്പിലല്ല. ഇത് എന്തോ പറഞ്ഞ ഒരു കൂന പോലെ ഇരിക്കണം. അതായത് എല്ലാം ഒറ്റ ആംഗിളിൽ തന്നെ ഇരിക്കുന്ന ടൂളാണ് കേട്ടോ. പക്ഷെ സംഭവം കൊള്ളാം, നമ്മുടെ സെയിം മുപ്പല്ല് തന്നെ. അപ്പോൾ ഞാൻ അവരെ ഒന്ന് മേടിച്ചൊന്ന് കുത്താനൊക്കെ നോക്കി, പക്ഷേ രക്ഷയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ശ്വാസം പിടിച്ച് അടിയിൽ നിൽക്കണം, വെള്ളത്തിനടിയിൽ. നല്ല ഉപ്പുവെള്ളമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഓളം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിനടിയിൽ നിൽക്കുമ്പോൾ അടിച്ച് ഒഴുകി നമ്മളങ്ങ് തെറിച്ചു പോകും. അതുകൊണ്ട് നമുക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല. വള്ളത്തിലൊക്കെ ആണെങ്കിൽ കരക്കാരിന്ന് സുഖമായിട്ട് കുത്തിയെടുക്കാം. പക്ഷേ ഇത് നമ്മളെക്കൊണ്ട് നടക്കുന്ന കാര്യമില്ല. പിന്നെ കുറേ ശ്രമിച്ചു കേട്ടോ, നല്ല ക്ലിയറിൽ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാൽ. പക്ഷേ അടിയിലോട്ട് മുങ്ങി ചെല്ലുമ്പോൾ ഈ ഓളം അടിക്കുമ്പോൾ ഞാൻ തെറിച്ചിങ്ങനെ മുങ്ങി അങ്ങ് പോകും. ഓളമല്ല, നല്ല തിരയുണ്ട് കേട്ടോ. കടലിന് അടിയിലാണല്ലോ, അപ്പോൾ അടിയിലും നല്ല ഒഴുക്കുള്ളതുകൊണ്ട് തെറിച്ച് പോകും. പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ ഇവരെ കുത്തിയെടുക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പവിഴപ്പുറ്റാണ്. നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ പവിഴപ്പുറ്റ് എന്ന് പറഞ്ഞ സാധനം. ഈ കോറൽസ് ഒരുപാടുള്ളതാണ്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. നമുക്ക് ഈ കിട്ടുന്നത് തന്നെ റെഡ് സ്നാപ്പർ എന്ന് പറയുന്ന മീനായിട്ട് നല്ല ടേസ്റ്റുള്ള മീനാണെന്ന് ഇവർ പറഞ്ഞത്. ഇവരുടെ കൂടെ ഇറങ്ങി കുറേ ഫൈറ്റ് നോക്കി. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ സീനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ നമുക്ക് മിസ്സായിപ്പോയി. വലിയ മീനൊക്കെ കയറി വരും. അതുപോലെ പിന്നെ വേറെ കടലാമകളൊക്കെ നമ്മുടെ നേരെ വരുമ്പോൾ നമുക്ക് പേടിപ്പെടുത്തുന്ന സംഭവം കേട്ടോ. നമ്മൾ ഈ കാണുന്ന പോലെയല്ല, വെള്ളത്തിനടിയിലൊരു പ്രത്യേക സൗണ്ടും ഉണ്ട് കേട്ടോ. ഒരു ഭീകരതപ്പെടുത്തുന്ന ഒരു സൗണ്ടാണ്. പിന്നെ പൊങ്ങി മേലോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ, കടലിൽ നമ്മൾ കടലിൽ നിന്ന് അടുക്ക് കിടക്കുവാണ്. വേറെ എങ്ങും ഒന്നുമില്ല. എത്ര നടുക്ക് കിടക്കാറും ശരിക്കും പേടിപ്പെടുത്തുന്നതായിരിക്കും. പക്ഷേ ഒരു പ്രത്യേക രസം. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം എല്ലാം എൻജോയ് ചെയ്തിരിക്കണമല്ലോ. എല്ലാ ഫിഷിങ്ങും എൻജോയ് ചെയ്തിരിക്കണം, അതാണ് രസം. പിന്നെ അതുകൂടാതെ മറ്റൊരു കാര്യമുണ്ട്. ഞാനിപ്പോൾ മൊത്തം വോയിസ് എടുക്കുവാണ്, കരക്കിരുന്ന് വോയിസ് എടുക്കുവാണ്. നമ്മുടെ ഇതിൻ്റെ മുന്നിലത്തെ ഒരു നൈറ്റ് ഫിഷിങ്ങിൽ, നമ്മുടെ നാട്ടിലെ നൈറ്റ് ഫിഷിങ്ങിൽ ഒരു അണ്ടർ വാട്ടർ വീഡിയോ ഞാൻ എടുത്തായിരുന്നു. നൈറ്റ് ഫിഷിങ്ങും ഡേ ഫിഷിങ്ങിലും അണ്ടർ വാട്ടർ ഞാൻ വീഡിയോ എടുത്തായിരുന്നു ഫിഷ് ചെയ്യുന്നത്.
അപ്പോൾ അതിനകത്ത് കുറേ പേര് പരാതി പറഞ്ഞത് നമ്മൾ കരക്കിരുന്നിട്ട് വോയിസ് കൊടുത്തില്ല, ജസ്റ്റ് വ്യൂ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പരാതി പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. വോയിസ് എത്രത്തോളം ക്ലിയർ ആകുന്നോ അല്ലെങ്കിൽ എത്രത്തോളം ഈ വീഡിയോ ആയിട്ട് മാച്ച് ആകുമെന്നൊന്നും എനിക്ക് യാതൊരു ഉറപ്പുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. പിന്നെ നിങ്ങൾക്കും ഇതുപോലെ ലക്ഷദ്വീപിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ ഇതുപോലെ നൈറ്റ് ഫിഷിങ്ങോ അല്ലെങ്കിൽ ഡെയിലി കടലിൽ പോയി ഫിഷ് ചെയ്യണമെന്നോ ലക്ഷദ്വീപ് വിസിറ്റിംഗ് ഒക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉണ്ടല്ലോ, എന്നെ ഒരു എന്താ പറയുക ഒരു ഹോളിഡേ അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേ ടീം പാക്കേജിന് വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും നമ്പരൊക്കെ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനായി ഇട്ടേക്കാം. താല്പര്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ നൈറ്റ് ഫിഷിങ് നടത്താം, ലക്ഷദ്വീപിലൊരു എൻജോയ് ചെയ്ത് തിരിച്ചു വരികയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അവരുടെ എന്താ പറയുക ഹോളിഡേ പാക്കേജിൻ്റെ പേര് സീഗിൾ എന്നാണ് കേട്ടോ. സീഗിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും സീഗിൾ എന്ന് പറഞ്ഞാൽ കടൽക്കാക്ക എന്നാണ് കേട്ടോ. നമ്മുടെ കടൽക്കാക്കയുടെ ശരിക്കും ഇംഗ്ലീഷ് നെയിമാണ് സീഗിൾ. അപ്പോൾ സീഗിൾ എന്നാണ് അവരുടെ പാക്കേജിങ് ടീമിൻ്റെ പേര്. അപ്പോൾ അവർ കോൺടാക്ട് ചെയ്യണ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിനകത്ത് എന്താ പറയുക ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പം അതിലേതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ലക്ഷദ്വീപിൽ പോവുകയോ ഫിഷിങ് ചെയ്യുകയോ എൻജോയ് ചെയ്യുകയൊക്കെ തിരിച്ചൊക്കെ വരാൻ പറ്റും കേട്ടോ. ശരിക്കും ഈ ഒരു നൈറ്റ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ്. കുറച്ചെങ്കിലും മനസ്സിന് ധൈര്യമുള്ളവരോ അല്ലെങ്കിൽ അത്രയ്ക്കും ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമേ ഇതിൽ പോയി ചാടാവുള്ളേ. ഒന്നാമത്തെ കാര്യം നല്ലപോലെ ബ്രീത്ത് ഹോൾഡ് ചെയ്തുള്ള പരിപാടിയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ മാസ്ക് വെച്ചിട്ടാണ് എങ്കിലും ബ്രീത്ത് ഹോൾഡ് ചെയ്താണ് നിൽക്കുന്നത്. ഒന്ന് തെറ്റിപ്പോയാൽ പണി പാളും, പ്രത്യേകിച്ച് നൈറ്റും കൂടിയാണ്. അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവരും അതുപോലെ എന്താണ് മൈൻഡ് ഓക്കെ എന്നുള്ളവരും മാത്രമേ ഈ ഒരു ഫിഷിങ്ങിന് പോകാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ കേട്ടോ. എന്നിരുന്നാലും ഇതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം നമ്മുടെ പാക്കേജിങ് ടീമിനായിട്ട് ഞാൻ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ അവർ ഫസ്റ്റ് എന്നോട് പറഞ്ഞത് നൈറ്റ് ഫിഷിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അണ്ടർ വാട്ടർ കടലിൽ അണ്ടർ വാട്ടർ നൈറ്റ് ഫിഷിംഗ് ഉണ്ട്, പിന്നെ സ്കൂബ ഡൈവിംഗ് ഉണ്ട്, പിന്നെ കടലിൽ പോയിട്ട് കോർ ഏരിയയിൽ കടലിന് അങ്ങ് ഉള്ളിൽ പോയിട്ട് ഫിഷിങ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഫിഷിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഫിഷിംഗ് ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ളതും ഫിഷിംഗ് ആണ്. പിന്നെ എൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മളൊരു മത്സ്യത്തൊഴിലാളിയും കൂടി ആയ കാരണം ഫിഷിംഗ് ഭയങ്കര എൻ്റർടൈൻമെൻറ്റും നമ്മുടെ ഒരു തൊഴിലും കൂടി ആയ കാരണം വലിയ ഭ്രാന്തായിരുന്നു. അപ്പോൾ ചെന്ന ഉടനെ ഞാൻ ഫസ്റ്റ് അവരോട് ആവശ്യപ്പെട്ടത് നൈറ്റ് ഫിഷിംഗ് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നൈറ്റ് ആയപ്പോൾ തന്നെ ഇറങ്ങിയിരിക്കും കേട്ടോ നിങ്ങൾ. അതുപോലെ നല്ല അടിപൊളി പരിപാടിയാണ് സംഭവം. പിന്നെ ഈ പിടിക്കുന്ന മീനെല്ലാം അവർ കച്ചവടം ചെയ്യാനൊന്നുമല്ല, നമ്മളെപ്പോലൊരു ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്കത് കുക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ ഇത് കൂടാതെ നാട്ടുകാരായിട്ട് ഇവരുടെ നാട്ടിലുള്ള നാട്ടുകാരൊക്കെ തന്നെയായിട്ട് ഒരുപാട് പേരുന്നുണ്ട്, അവർക്കും അത് കുക്ക് ചെയ്തൊക്കെ കൊടുക്കണം, ഗ്രില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളത് ബോട്ട് വന്നിട്ടുണ്ട്. ഇനി നേരെ ബോട്ടോട്ട് കയറുവാണേ. അതെ, നമുക്ക് കിട്ടിയ മീനാട്ടാ. നമുക്ക് കിട്ടിയത് ഇത് നീല മീൻ, പിന്നെ അത് വേറെ കുറേ മീൻ എല്ലാവർക്കും കിട്ടിയില്ല. അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് അത് കുത്തണ വീഡിയോ എടുക്കാൻ പറ്റില്ല. വലിയത് കിട്ടി, പക്ഷെ കുത്തണ മീനും വീഡിയോ എടുക്കാൻ പറ്റില്ല. എങ്കിലും കിട്ടി കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ജെട്ടി, പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ജെട്ടി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. എന്നാണോ ഇതാ ദുഃഖാന്ന് നോക്കിയാൽ ആൾക്കാരെല്ലാം വന്ന് ചൂണ്ടയൊക്കെ ഇട്ടിരിക്കും കേട്ടോ. ഇവിടെ നാട്ടുകാരുടെ ഒക്കെ എൻജോയ്മെന്റ് ആണ്, നിറച്ച ആൾക്കാരാണ്. കടയിൽ നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ട് നോക്കി, മൊത്തം ബോട്ടുകൾ കിടക്കണ്ട, ഈ കിടക്കണ മൊത്തം ബോട്ടൊക്കെ കെട്ടി കിടക്കണം കേട്ടോ. ഓ എന്നാ രസമാണ് നോക്കി. അമ്പതേ അങ്ങനെ നമ്മുടെ വിജയകരമായിട്ടുള്ള നൈറ്റ് ഫിഷിങ് അണ്ടർ വാട്ടർ ഫിഷിങ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ പോയ സ്ഥലത്ത് തന്നെ വന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ പിടിച്ച മീനൊക്കെ ഇവർ കുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു, ഗ്രില്ല് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ക്ലിയർ ആയിട്ട്. തണുത്തിട്ട് വരാം, നല്ല രസമായിരുന്നു കേട്ടോ. ഇച്ചിരി ഡേഞ്ചറാണ് എങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ഇപ്പോൾ കിട്ടിയ മീനൊക്കെ കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇത്രയും മീനെ നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെ നമ്മൾ കുത്തണ വീഡിയോ എടുക്കുന്നത് വെച്ചാൽ പക്ഷെ നടന്നില്ല കേട്ടോ. നമ്മുടെ ക്യാമറ ആ സമയത്ത് വേറെ നടന്നില്ല. ഇത്ര മീൻ കിട്ടി കേട്ടോ. അപ്പം ഉള്ളും നമുക്ക് ഇപ്പോൾ ഗ്രില്ലാണ് പറയുകയാണേ. ഇതാണല്ലേ അമ്മൂറല്ലേ, ഇതാ നമ്മൾ അടിപൊളിയായിട്ട് ഒരു കുത്തണ ഒരു വീഡിയോ എടുത്തില്ലായിരുന്നു പറ്റേ നിന്നിട്ട് ആദർശിൻ്റെ ടീമൊക്കെ. ഇതാ കേട്ടോ ആ സാധനം. ആഹാ, അപ്പോൾ ഗ്രില്ല് തുടങ്ങാം. ഇതിൽ ഏറ്റവും ടേസ്റ്റുള്ള മീൻ ഏതാ? അതിൻ്റെ പേരെന്താ? പാരറ്റ് ഫിഷ് അല്ലേ? നമുക്ക് ഇതിൻ്റെ ഒന്നും പേരറിയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞു തന്നെ പേരൊക്കെയാണ് ഇത്. പാരറ്റ് ഫിഷ് എന്ന് പറയും. ഇതാ ഏറ്റവും ടേസ്റ്റുള്ള മീനല്ലേ? അപ്പോൾ അത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. നമ്മൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നവരൊക്കെ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. മലപ്പുറംകാരല്ല, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യനാട്ടാ. അണ്ടർ വാട്ടർ ഫിഷിംഗ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. തകർത്തല്ലേ?
എല്ലാ മീനും ചേട്ടന്മാർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. കുറേ നമുക്ക് ആവശ്യമുള്ള മീൻ ഏതാണെന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്യുവാണേ. ഇത് അവർക്ക് കിട്ടിയ ഹമൂറാണ്. നമുക്ക് എല്ലാം ഗ്രില്ല് ചെയ്ത് ടേസ്റ്റ് നോക്കാം. ഫ്രഷ് മീനുകളെല്ലാം കേട്ടോ. നമ്മളിതൊക്കെ ശരിക്കും പറഞ്ഞാൽ നേരിട്ടില്ല, മാർക്കറ്റ് വെച്ചല്ലേ കണ്ടിട്ടുള്ളൂ. ഇത്ര ലൈവായിട്ട് നമ്മൾ കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അപ്പോൾ ഇപ്പം കഴിച്ചു നോക്കാതെ എങ്ങനെയുണ്ട് നോക്കാം, ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. അപ്പുറത്ത് ഗ്രില്ല് റെഡിയാക്കണ്ടേ, അതുകൂടി കാണിച്ചു തരാവേ. ഈ ഒരു ഫീലിംഗ് ഉണ്ട്. കടലിൽ നിന്ന് നേരിട്ട് നമ്മൾ പോയി അണ്ടർ വാട്ടറിൽ നൈറ്റ് ഫിഷിങ് ചെയ്ത് മീൻ കിട്ടിയ മീനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ വെച്ച് തന്നെ അതേ കുക്ക് ചെയ്ത് കഴിക്കണ പരിപാടി കേട്ടോ. ഇതേ അവർ ഗ്രില്ല് ചെയ്യണം, കിഡിലും പരിപാടി കേട്ടോ. നല്ല അടിപൊളി ലൊക്കേഷനാണ്. അതെ ഗ്രില്ല് ചെയ്തിട്ടിരിക്കണ്. ഇത് വേറെ മീനാട്ടോ, നമ്മൾ ആദ്യത്തെ മീനല്ല, ഇത് വേറെയാണേ. ഇവിടെ ലോബ്സ്റ്ററൊക്കെ ഉണ്ട് കേട്ടോ. കടലാണല്ലോ, പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുവരെ ഈ കഴിഞ്ഞ ദിവസം പിടിച്ചിട്ട് അതിൻ്റെ ഇറച്ചിയൊക്കെ എടുത്ത് അതിൻ്റെ ചുമ്മാ തലയോട്ടി മാത്രം എടുത്ത് വെച്ചിരിക്കും കേട്ടോ. നല്ല കിടുന്ന സാധനമായിരുന്നു കേട്ടോ. അതെ, ഇത് മറ്റേ ബഫ് ചെയ്ത് വെക്കാനുള്ള സാധനം തോന്നുന്നു. നമുക്ക് ഈ ലക്ഷദ്വീപിൽ വരാൻ വേണ്ടിയിട്ട് പെർമിറ്റ് തയ്യാറാക്കി തന്നെ, അതായത് സ്റ്റേ ഒക്കെ തയ്യാറാക്കി തന്നെ ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാവേ. നമ്മുടെ അൻസാറിയൊക്കെയാണ് കേട്ടോ, കാണിച്ചു തരാവേ. ആളെ പരിചയപ്പെട്ടിരുന്നു ഇക്കാ. നമസ്കാരം. ഇതാണ് നമ്മുടെ ഓണർ, അതായത് നമ്മുടെ സ്റ്റേയുടെ ഓണർ കേട്ടോ. നമുക്ക് ഇവിടെ എല്ലാം റെഡിയാക്കി തന്നത്, സ്റ്റേ എല്ലാം റെഡിയാക്കി തന്നെ നിൽക്കുകയാണ്. ഇൻഡിഗോയിലെ സ്റ്റാഫ് അല്ലേ? ഇൻഡിഗോയിലെ സ്റ്റാഫ് കേട്ടോ, അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട. അപ്പോൾ ഇക്ക ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഞങ്ങൾക്ക് ഈ തന്ന അതേ ഫെസിലിറ്റി കൊടുക്കല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ പിടിച്ചോണ്ട് വന്ന മീനൊക്കെ അവർ മസാലയൊക്കെ പുരട്ടി ഫ്രഷ് മീൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഗ്രില്ലൊക്കെ ആയിട്ട് നല്ലപോലെ മുരിഞ്ഞിട്ട ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാമല്ലോ. നമ്മൾ ഫ്രഷ് മീൻ, ഇത്രയുള്ള ഫ്രഷ് മീൻ കണ്ടിട്ടല്ലേ ഉള്ളൂ, കഴിച്ചിട്ടില്ലല്ലോ. കഴിച്ച് നോക്കാവേ. നല്ലൊരു ക്ലൈമറ്റ്, നല്ല തണുപ്പോട്ടെ. ഇനി കടലിൽ നിന്ന് കയറി വന്നുകൊണ്ടാണ് ഈ ചൂടത്തിരുന്നപ്പോൾ എന്നാ സുഖം. ഇത് നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് നോക്കാം, എങ്ങനെയുണ്ട് കഴിച്ചു നോക്കി, എങ്ങനെയുണ്ട് കഴിച്ചോ കഴിച്ചോ. അതെ അതെ, ഇനിയിപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഫ്രഷ് സാധനം. ഫ്രഷ് മീൻ നല്ല ടേസ്റ്റ് ഉണ്ട് കാണാൻ. ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ അതേ നമുക്ക് മീനൊക്കെ ഗ്രില്ല് ചെയ്ത് തന്ന ചേട്ടന്മാരോടൊക്കെ നന്ദി പറയാം കേട്ടോ. ചേട്ടാ സംഭവം എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ, വളരെ സന്തോഷമായി. അപ്പോൾ അത് എല്ലാവരോടും നന്ദി പറഞ്ഞ് നമ്മൾ പോവുകയാണേ. എന്തോന്നാലും നമ്മൾ നൈറ്റ് ഫിഷിങ്ങിന് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര മോഹം, നമ്മുടെ ജെട്ടിയിൽ വന്നിട്ട് ഒരു നൈറ്റ് നിന്ന് കാസ്റ്റ് ചെയ്താൽ നോക്കി. അപ്പോൾ അതേ ഞങ്ങൾ വന്നിരിക്കോട്ടെ, ഞാനും ജിബിൻ ചേട്ടനും ഉണ്ട്. അപ്പോൾ എന്നെ അടിക്കുമെന്ന് അറിയാൻ കൂടുതലും കൂന്തലാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവർ പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ അടിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്, വെറൈറ്റി ചൂണ്ടയൊക്കെ ഇറങ്ങിക്കുക. പുറകെ പാഞ്ഞു വരും കേട്ടോ, വറ്റയായിരുന്നു വരുന്നത്, ഇഷ്ടം പോലെ വറ്റയുണ്ട്. ഈ നടക്കണ മൊത്തം എന്തൊക്കെയോ കളറുള്ള മീനുകളാണ് കേട്ടോ, പൊടിമീനുകൾ ഇഷ്ടം പോലെ. ദൂരെ മീനാണ് നടക്കണം നോക്കി. ഈ സാധനം ഇട്ടാ പിടിക്കണം കേട്ടോ, ചെറിയ നമ്മുടെയൊക്കെ നാട്ടിലെ പൊടിമീൻ പോലത്തെ സാധനം. എന്നാ സാധനം ഒന്നും അറിയാൻ പോലെ, വെറൈറ്റി സാധനം. അപ്പോൾ ഇതിട്ടാലാ മീൻ അടിക്കണം കേട്ടോ. ആണ്ടതേ നമ്മൾ ചൂണ്ടിട്ടുണ്ടെന്നപ്പോൾ ഒരു ആമ വന്ന് പൊങ്ങി കാണാം. എനിക്കൊന്നും ചിലപ്പോൾ മുട്ടയിടാൻ കയറണമായിരിക്കും കേട്ടോ. തൊട്ട് പറ്റേ വന്ന് പൊങ്ങി നിൽക്കും. പിന്നെ രസമല്ലേ സാധനം. പുള്ളിയുടെ പ്ലാൻ ചിലപ്പോൾ കരക്കോട്ട് കയറാനിരിക്കും കേട്ടോ, മുട്ടയിടാനാണേ. നമ്മൾ അടുത്തോട്ട് വന്ന് പുള്ളി തൊട്ട് പറ്റേ കയറി വരും കേട്ടോ. കയറി വന്നെ വരവുണ്ടോ, എന്നാ സൈസാന്ന് നോക്കി. എന്നെ രസമല്ലേ കാണാൻ. കടലാമ തൊട്ട് പറ്റേ നോക്കി നിൽക്കണ പുള്ളി. എന്നാ ഭംഗിയല്ലേ. അടിയിലോട്ട് പോയി. അതേ അടിച്ചിട്ടുണ്ട്, സാധനം അടിച്ചിട്ടുണ്ട് കേട്ടാ. ചന്നം പിന്നെ എറിഞ്ഞെറിഞ്ഞത് എന്നാ സാധനം അറിയാൻ മേല, വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കണേ. എന്നതാ വറ്റയാണോ? എന്നാണ് വലിച്ച് കറക്കിയിട്ട് അണ്ടാണ്ട് പാളി പന്നിട്ട് കേട്ടോ. വറ്റയല്ലേ? ആഹാ, ആ കൊള്ളാം. ഇച്ചിരി വലുതാന്ന് തോന്നുന്നു കേട്ടോ. 2 ഉണ്ടോ? ഓ, വലിച്ചുകൊണ്ട് ഓടുക കേട്ടാ. ഇച്ചിരി മുഴുത്തല്ലേ ഇത്? കിട്ടിയിൽ വെച്ച് മുഴുത്താണ്. 2 ഉണ്ടോ? 2 ഒന്നുമില്ല, ഒരെണ്ണേ ഉള്ളു. ഇച്ചിരി വലുതാ അത്. ആ, ഇതിൽ പുറകെ വേറെ വരുന്ന കേട്ടോ. ആ അതെ, ഇച്ചിരി മുഴുത്ത കിട്ടി. ഇപ്പോൾ കിട്ടിയിൽ വെച്ച് ഇച്ചിരി മുഴുത്ത ഇതാ കേട്ടോ. ആ കൊള്ളാം. വലുതായി അടിച്ചേണ കേട്ടോ. ആഹാ, സൂപ്പർ സാധനം തോന്നട്ടെ. പോരട്ടെ. ഇത്രയും ക്ലിയർ ആയിട്ട് നൈറ്റ് മീനുകളെ കാണാൻ പറ്റുന്ന ഒരു കടൽ സൈഡ് എനിക്ക് തോന്നുന്നു വേറെ എങ്ങും ഇല്ലെന്ന് തന്നെ തോന്നട്ടെ. ഇവിടെ ഉണ്ടാകാൻ കാരണം അറിയാം,
ഈ കാണുന്ന അടിയിൽ മൊത്തം പവിഴപ്പുറ്റാട്ടോ. അത് ഈ ലക്ഷദ്വീപിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഫുള്ളും പവിഴപ്പുറ്റ കാരണം വെള്ളത്തിൽ ഭയങ്കര ക്ലിയറൻസ് ആണ് കേട്ടോ. അത് കാരണം അടിയിൽ നിൽക്കുന്ന എത്ര വലിയ മീനാണെങ്കിലും ചെറിയ മീനാണെങ്കിലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് എന്തോരം മീനാണ് നിൽക്കുന്നത് കണ്ടിട്ടാണ് കൊതി വരുന്നത്. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ മുപ്പലിക്ക് ചന്നം പെന്നം കുത്തിയാനും ഇല്ലെങ്കിൽ ഒരു വീശുവലക്ക് വീശാലും മതിയായിരുന്നു. ഓ എന്നല്ലേ അടുത്ത കേട്ടോ, അടുത്ത അടിച്ച് ചുമ്മാ ഇവിടെ ഒന്ന് ഇങ്ങനെ എറിഞ്ഞാൽ കേട്ടോ ചന്നം പേര് മീൻ അടിച്ചുകൊണ്ടിരിക്കുക. എല്ലാം വറ്റ കേട്ടോ കയറി വന്നത്. കണ്ടോ കയറി വന്നാണ്ട. ഓ വറ്റയുടെ കൂട്ടാന്ന് തോന്നപ്പോൾ ദേവനെ അടുത്ത് ആണ്ട ഇവിടെ നിന്ന് തിരിച്ച് പോകാൻ സമ്മതിക്കട്ടോ. ഞങ്ങൾ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത് അന്നം പിന്നെ അടിക്കും കേട്ടോ. ഇടുന്തോറും പിന്നെ അടിച്ചോണ്ടിരിക്കുക. മൊത്തം വറ്റ കേട്ടോ. ഇഷ്ടം പോലെ വറ്റ ഇവിടെ മൊത്തം. ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോൾ കാണാം ചന്നം പിന്നെ അടിക്കുന്നത്. വലിച്ചോണ്ട് പോവല്ലേ, നല്ല വലുതാന്ന് തോന്നുന്നല്ല. കേറട്ടെ വരുന്നുണ്ട് കയറി വരുന്നുണ്ട്. നോക്കാം എന്തോരം വലുതാന്നുള്ളത്. ചൂണ്ടകളൊക്കെ ബെൻഡ് കണ്ടിട്ട് ഇച്ചിരി വലുതാന്ന് തോന്നുന്നത്. താഴത്തോട്ട് പോലെ വരുന്ന കേട്ടോ. അത് ഇച്ചിരി മുഴുത്താന്ന് തോന്നുന്നല്ലേ. ഓ അതിൻ്റെ അടിയിൽ കയറാ. ഇത് മുഴുത്ത കയറി വാ. അവിടെ എത്ര അടിയിലാണ് വെള്ളത്തിൻ്റെ എത്ര അടിയിലാണ് ശരി നല്ല ക്രിസ്റ്റൽ ഷേപ്പ് നല്ല പോലെ കാണാൻ പറ്റും കേട്ടോ. ഇത് ഇച്ചിരി നല്ല മുഴുത്ത കേട്ടോ. ആയത്തൊക്കെ നല്ല മുഴുത്ത. അതിൻ്റെ ഒപ്പം കൂടിയിട്ട് കണ്ടതേ 5ാമത്തെ സാധനം അടിച്ചു കേട്ടോ. 5ാമത്തെ വറ്റ. എല്ലാവരും ഇത് ചൂണ്ടയിട്ട് വറ്റ പിടിച്ചോണ്ടിരിക്കും കേട്ടോ. അത് ഇഷ്ടംപോലെ വറ്റ പിടിച്ചോണ്ടിരിക്കും ഇവിടെ. ഈ താഴത്തുകൂടിയൊക്കെ എന്തൊക്കെയോ മീൻ കുറേ നടപ്പുണ്ട് കേട്ടോ. ചെറിയ മീൻ നടപ്പുണ്ട്. ഇതുണ്ട് കുറേ ചെറിയ മീൻ നടപ്പുണ്ട്. ഇവിടെ കുറേ വറ്റ പിടിച്ചിട്ടുണ്ട്, കാണിച്ചില്ല. അതെ വേറെ കുറേ പിടിച്ചു വെച്ചിട്ടുണ്ട്. ചെറിയ വറ്റല്ല, ചെറിയ കൊടുത്തിട്ടങ്ങ് ഇടും, കോർത്തിടും അടിക്കും. ഇപ്പൊ കൊത്ത് അണ്ട പന്നെ അടിപൊളി. അതിപ്പോ പിടിച്ചിട്ടാ ഫ്രഷ് സാധനം പിടക്കണുണ്ടാ. അടുത്തത് ചണ്ടപ്പറാന്ന് പറഞ്ഞാൽ അടിക്കും കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ചൂണ്ടയിടും അടിക്കും. ഇത് പിടിച്ചിട്ട് കോർത്താണ് ഇടുന്നത് വറ്റ പിടിക്കുന്ന കേട്ടോ. ഈ ജെട്ടിൽ മൊത്തം ചൂണ്ടിൽ കയറാം. ഇഷ്ടം പോലെ ഉണ്ട്. കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്, അല്ലാതെ നാട്ടുകാർ ഇടണുണ്ട്. കുറേ ഉണ്ട് കേട്ടോ. രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഒരു ആഘോഷം കേട്ടോ. എല്ലാ ആൾക്കാരും വന്ന് ഇവിടെ ഒത്തുകൂടി ഇതൊരു ചായക്കടയും പാർലറൊക്കെ കേട്ടോ. എന്നെ രസം നിൽക്കും. നിറച്ച ആൾക്കാർ ഇവിടെ ആൾക്കാർക്ക് ഉറക്കൊന്നുമില്ല കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് നടക്കും. ഇത് പരീക്ഷണം നടത്താൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അന്നേരത്തേക്ക് ചുമ്മാ ചന്നം പിന്നെ കേട്ടോ വറ്റടിക്കണം. നമ്മൾ ചുമ്മാ പരീക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയാറ് നമ്മളിപ്പോൾ തന്നെ തിരിച്ചു പോവുകയാണ്. നമുക്ക് ഈ കിട്ടിയവന്മാരെ കൊണ്ട് നമുക്ക് ഇപ്പം മീനൊക്കെ ഗ്രില്ല് ചെയ്ത് ചേട്ടന്മാർക്ക് കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതൊന്നും അല്ല കേട്ടോ. ഇതിന് വമ്പം വീഡിയോ ആയിട്ട് തന്നെ ഉടനെ തന്നെ നമ്മൾ വരുവേ. അപ്പോൾ താമസിക്കാതെ എല്ലാവരും കാത്തിരുന്ന് കണ്ടോളൂ കേട്ടോ. കിടിലം വീഡിയോ വരാൻ പോണേ ഉള്ളേ. അപ്പോൾ അതെ നമ്മുടെ മീൻപിടുത്തവും കഴിഞ്ഞ് മീനൊക്കെ നല്ല ഗ്രില്ല് ചെയ്ത് കഴിക്കുകയും ചെയ്തു. എല്ലാം സന്തോഷമായി കേട്ടോ. അടിപൊളി പരിപാടിയായിരുന്നു, ഒന്നും പറയാൻ കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ ചുമ്മാ ചുമ്മാതല്ല, വള്ളത്തിൽ നടന്നുള്ള മീൻ കുത്ത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു കേട്ടോ. കടലിൽ പോയിട്ട് അണ്ടർ വാട്ടർ ചെയ്ത് മീൻ പിടിക്കണമെന്ന്, ഗ്രില്ല് ചെയ്ത് കഴിക്കണമെന്ന്, ഗ്രില്ല് ചെയ്തല്ല എങ്ങനെയും കഴിക്കണമെന്നൊക്കെ. അത് ഇത്രയെല്ലാം അടിപൊളി സ്ഥലത്ത് ലക്ഷദ്വീപൊക്കെ നമ്മുടെ ഡ്രീം പ്രോജക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ വീഡിയോയും കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണേ. അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ കേട്ടോ. ഒരുപാട് ഫിഷിംഗ് വീഡിയോ, അതായത് നമ്മുടെ നാട്ടിൽ വള്ളത്തിൽ നടന്ന ഫിഷിംഗ് വീഡിയോ ട്രാവലിംഗ് ഫോട്ടോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് കയറി കണ്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണേ. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ കേട്ടോ. ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച. ചെറിയൊരു ചൂര കിട്ടിയിട്ടുണ്ട്, വലിയ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത സാധനത്തിൽ ചൂണയാണാ ചൂര അടുത്ത മീൻ അടിച്ചിരിക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട്? ഡോൾഫിൻ